ഞാൻ പറഞ്ഞു എന്നാ തൂലികാനാമം, എന്നടാ ഈ തൂലികാനാമം? അപ്പോൾ ഈ വിലാസിനിന്നും ഉറുവും എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും തൂലികാനാമം വേണ്ടേ, ഇത് നല്ല കഥയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ തൂലികാനാമം? ഞാൻ പറഞ്ഞൊരു നളം കിട്ടാലോ. അത് മോശമാണ്. എന്നാ പറഞ്ഞൊരു കാര്യം ചെയ്യും, ലായൻ കിട്ടോളാം. നമസ്കാരം. കഴിഞ്ഞ 53 ദിവസങ്ങളായി അനീഷ് ചെമ്പേരി എന്ന് പറയുന്ന എൻ്റെ പേജിൽ മലയോര കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു കഥ മീൻസ് ഒരു കുടുംബത്തിലെ ഒരാളുടെ ജീവചരിത്രം, അത് ഞങ്ങളുടെ നാട്ടിൻപുറത്തെയും ഈ മലബാർ കുടിയേറ്റവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മലബാറിൻ്റെ താഴ്വാരങ്ങളെന്ന ഒരു നോവൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ 2-3 എപ്പിസോഡുകൾ കൂടി ബാക്കിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ കഥാകൃത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞതായിരുന്നു. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാനാണ് ഈ കഥ എഴുതിയതെന്നൊക്കെ. പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട പല ആൾക്കാരോടും ഞാൻ പറഞ്ഞു, ഞാനല്ല ഈ കഥ എഴുതുന്നത്. ലായൻ നെല്ലിക്കുറ്റി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. രക്തബന്ധം കൊണ്ടല്ല, മാനസിക ബന്ധം കൊണ്ടും സുഹൃത്ത് ബന്ധം കൊണ്ടും ഞാൻ ജ്യേഷ്ഠതുല്യനായി കാണുന്ന ലായൻ നെല്ലിക്കുറ്റി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എൻ്റെ സുഹൃത്താണ് ഈ കഥ എഴുതുന്നതെന്ന് പലരോടും ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെടുത്തേണ്ടതായിരുന്നു, പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ സാധിച്ചില്ല. കാരണം മോശം കാലാവസ്ഥയും ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെയെല്ലാം നല്ല മഴയായിരുന്നു. അതുപോലെ കഥ കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് പോകണമെന്ന്, പെട്ടെന്ന് ചുരുക്കണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 4-5 എപ്പിസോഡ് കൂടി കൂട്ടിവെച്ച് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ലായൻ നെല്ലിക്കുറ്റി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ മോശം കാലാവസ്ഥ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിനെ കാര്യമായി ബാധിച്ചു. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു. വെളിച്ചം നന്നേ കുറവായതിനാൽ ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്ത് ഇന്ന് നല്ലൊരു തെളിഞ്ഞ ദിവസം നോക്കി എൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്തിനെയാണ്. ലായൻ നെല്ലിക്കുറ്റി എന്ന് പറയുന്ന നമ്മളെല്ലാം ആകാംക്ഷയിൽ നിർത്തിയ, വേദന കൊണ്ടും സന്തോഷം കൊണ്ടും നമ്മളെ ചിന്തിപ്പിച്ച, ചില കഥകളിൽ നമ്മളെ കരയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലായൻ നെല്ലിക്കുറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ലായൻ നെല്ലിക്കുറ്റിയോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാം. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ലായൻ നെല്ലിക്കുറ്റി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന രാജു മുരിക്കുംതോട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടാണ്. ഞാൻ അവരോട് 10 വർഷം മുമ്പ് ഞാൻ മേടിച്ച ഒരു ചെറിയൊരു വീടാണിത്. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടി യാദൃശികമായിട്ട് സംഭവിച്ചത് വീട്ടിൽ തന്നെ. അതെ. ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന വീടിന്റെ പിറകുവശത്ത് ഈ മലയുടെ തൊട്ട് പിറകിലാണ് ഇദ്ദേഹത്തിന്റെ ബാല്യകാലം കഴിഞ്ഞു പോയതും, അതുപോലെ തന്നെ നമ്മുടെ ഈ മലബാറിന്റെ താഴ്വാരങ്ങൾ എന്ന് പറയുന്ന ഈ കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ചില്ലിത്തോടുണ്ട്. ഈ ചില്ലിത്തോട് ഒഴുകുന്നതും ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ്, മറുകരയിലാണ്. അപ്പം ഞാനും രാജചേട്ടനുമല്ല, ഞങ്ങൾ തമ്മിലിപ്പോൾ ഏകദേശം ഒരു 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഈ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഞാനും കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് ഈ നെല്ലിക്കുറ്റി തോട്ടിലെല്ലാം ഞങ്ങൾ ഒരുപാട് കുളിക്കുകയും എന്നെ നീന്തൽ പഠിപ്പിക്കുകയും, അതുപോലെ ഞങ്ങളെല്ലാം കളിച്ച് വളർന്ന ഒരു പുഴയുടെ ഓരത്താണ് ഞങ്ങളുടെ എല്ലാം കുടുംബം താമസിച്ചിരുന്നത്. ഞങ്ങളെക്കാളെല്ലാം ഒരുപാട് വർഷം മുമ്പേ ഇദ്ദേഹം ഇവിടെ എത്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന കഥയാണ് ഇദ്ദേഹം എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ വല്യപ്പൻ, ഗ്രാൻഡ് ഫാദർ ആണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ കൂട്ടി വരുന്നത്. അങ്ങനെ ഇവിടെ ഏറ്റവും ആദ്യകാലത്ത് വന്ന 2-3 കുടുംബക്കാരിൽ ഒരു കുടുംബം നമ്മുടെ പ്രിയപ്പെട്ട ലായൻ നെല്ലിക്കുറ്റിയുടേതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കഥകളെല്ലാം ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. അദ്ദേഹം എഴുതിക്കൊണ്ടാണ് ഇരുന്നത്. പുറമേ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അപ്പം പറയുന്ന ഓരോ കഥകളും ഓരോ സംഭവങ്ങളും ലായൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എഴുതിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ്, ഈ കഴിഞ്ഞ ഒരു വർഷം ആകുന്നതേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള
ഈ ഓർമ്മകൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുവാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയ പല കഥകളുമാണ്. അങ്ങനെ ഈ നർമ്മത ചിരിക്കാറില്ല, ഒളിച്ചോട്ടം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് കഥകൾ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സ്വപ്നം കടത്തുന്നവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല. ഈ മലബാറിൻ്റെ താഴ്വാരങ്ങളാണ്, കുടിയേറ്റ കഥയാണ് ഇപ്പോൾ 1,00,000-ലധികം ആൾക്കാർ കണ്ട അധ്യായം വരെയുണ്ട്. അത്ര മനോഹരമായ രീതിയിലാണ് ആ കുടിയേറ്റത്തെ നമ്മുടെ എല്ലാം മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി ലായന്, അതായത് രാജുചേട്ടന് സാധിച്ചത്. ഇപ്പം ഈ കഥ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ സംവിധാനം എങ്ങനെ വെച്ചിട്ട് രാജുചേട്ടൻ കഥ എഴുതുന്നു, നമ്മുടെ രായൻ നെല്ലിക്കുറ്റി കഥ എഴുതുന്നു. ഇത് സിംഗപ്പൂറുള്ള മനോജ് ചേട്ടൻ, സിംഗപ്പൂര് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ എല്ലാം മലയാളം അധ്യാപികയായിരുന്ന സൂസമ്മ ടീച്ചറിൻ്റെ മൂത്ത മകനാണ് മനോജ് തേനപ്ലാക്കൽ എന്ന് പറയുന്നത്, മനോജ് ഇബ്രാഹിം തേനപ്ലാക്കൽ. അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഞാൻ അഡ്മിനായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ കഥ ഇടുന്നു. ആ കഥ ഞാൻ അത്യാവശ്യം ചെറിയ എഡിറ്റിങ്ങുകൾ, മനോജേട്ടനാണ് ഇത് കാര്യമായ എഡിറ്റിംഗ് നടത്തുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്ത് അതിന് വേണ്ട അനുയോജ്യമായ ഒരു ചിത്രം AI ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ ചിത്രവും നിർമ്മിച്ച് ഇതിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരണമാണ് ഞാൻ നടത്തുന്നത്. അങ്ങനെയാണ് ലായൻ നെല്ലിക്കുറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ വേണ്ടി സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചതും. ഈ കുടിയേറ്റ ഒരു കുടുംബത്തിൽ പിറന്നതാണ് ഞാനും. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കുടുംബം വന്നതിന് ശേഷം ഏകദേശം ഒരു 25 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വെല്ലിച്ചാച്ചൻ ഇവിടെ എത്തുന്നത്. എൻ്റെ അമ്മയുടെ കുടുംബം ഏറെക്കുറെ ഇവരുടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലായൻ നെല്ലിക്കുറ്റിയുടെ കഥയിൽ അവരുടെ വീട്ടുപേരും പറഞ്ഞിട്ട് ചന്ദ്രക്കാമ്പാറയുള്ള ഈന്തും തോട്ടത്തിൽ എന്ന് പറയുന്നൊരു കുടുംബം. അവർ ഏകദേശം നമ്മുടെ ലായൻ നെല്ലിക്കുറ്റിയുടെ വെല്ലിച്ചാച്ചനെ വന്ന സമയത്ത് ഇപ്പോൾ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്ത് ചന്ദ്രക്കാമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ താമസം തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഈ കുടിയേറ്റത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് കുടിയേറ്റത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു കഷ്ടപ്പാടിൻ്റെ സമയത്ത് നിന്നും ഇത്ര നല്ലൊരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് മലയോര മേഖലയിലെ കർഷകർ എത്തിയതെന്ന് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് രാജേട്ടൻ ഇങ്ങനെ ഒരു കഥ നിങ്ങളുടെ മനസ്സിങ്ങനെ ഒളിഞ്ഞു കിടന്നിട്ടും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി താമസിച്ചു? അത് ഉള്ള കാരണം നമ്മുടെ പഴയ കാലത്ത് ഇവിടെ കുടിയേറിയ 47-48 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ നെല്ലിക്കുറ്റി ഭാഗത്ത് അത് കുടിയേറി നടക്കുന്നത്. ചെമ്പേരി ഭാഗത്തും അങ്ങ് അരിക്കുമലയ്ക്കൊക്കെ അതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അരിക്കുമല വെച്ചിട്ട് രസവും പിടിച്ച ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഇവിടെ വന്ന ആൾക്കാർ കാലക്രമേണ ഈ കണ്ണാടി താഴെ പോലെ ഈ ഭൂമിയിൽ പറുദീസ പണിതെന്നൊക്കെയാണ് അവരുടെ സങ്കല്പമെങ്കിലും ഇവിടെയുള്ള കാരണവന്മാരുടെ മക്കൾക്ക് അതൊന്നും ഇതിൽ താല്പര്യമുള്ളത് തോന്നുന്നില്ല. പഴയ കാരണവന്മാരെ വിസ്മരിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അവരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്നതിന് എന്നൊരു ധാരണ ചില ചെറുപ്പക്കാരിലൊക്കെ കാണുന്നുണ്ട്. അവരൊരു അവരെന്നാ ഉണ്ടാക്കി എന്നുള്ള ചിന്താഗതി അത് തെറ്റാണെന്ന് അവരുടെ കഷ്ടപ്പാടിൽ നിന്നും അവരുടെ വേർപ്പിൽ നിന്നും അവരുടെ അധ്വാനവും രക്തവും അലിഞ്ഞു ചേർന്ന മണ്ണിലാണ് നീയും ഞാനും ജീവിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ, അവരില്ലാതെ നിങ്ങളില്ലെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എഴുതിയിട്ടു എൻ്റെ കൂട്ടുകാരൻ മനോജിന് അയച്ചു കൊടുത്തു ഒരു അധ്യായം. അപ്പം പറഞ്ഞു, രാജു ഒരു തൂലികാനാമം വേണം. ഞാൻ പറഞ്ഞു, എന്നാ തൂലികാനാമം? എന്നടാ ഈ തൂലികാനാമം? അപ്പോൾ ഈ വിലാസിനിന്നും ഉറുവെന്നൊക്കെ പറഞ്ഞ പോലെ തൂലികാനാമം വേണ്ടേ? ഇത് നല്ല കഥയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ തൂലികാനാമം? ഞാൻ പറഞ്ഞൊരു നളം കിട്ടാലോ? അത് മോശം. എന്നാൽ ഒരു കാര്യം ചെയ്യും, ലായൻ കിട്ടോളാം. അത് കൊള്ളാം, ലായൻ നെല്ലിക്കുറ്റി. അങ്ങനെ ആ പേരിൽ ലായൻ തോന്നുന്നത്. അത് നമ്മുടെ മനോജ് തേനപ്ലാക്കിൽ ഈ അഡ്മിൻ ഞാനൊക്കെ ഉള്ള ഗ്രൂപ്പ്, അനീഷിൻ്റെ ഗ്രൂപ്പാണ്. അവിടെ ഇട്ടു. അവിടെ അനീഷ് പറഞ്ഞു, അനീഷ് എൻ്റെ മൂപ്പാന്ന് വിളിക്കും. മരല്ലാന്നാണ് നാട്ടുകാരെല്ലാം മൂപ്പാന്നാണ് വിളിക്കുന്നത് തന്നെ. അതെന്തേ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ട് ചില മൂപ്പ സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ രാജേട്ടാ ഇത് ശരി. അങ്ങനെ അനീഷ് ഇട്ട് കൊടുത്തു. അനീഷ് എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറാണ്, എനിക്കിഷ്ടമാണ് അനീഷ്. ഞങ്ങൾ പേഴ്സണലായിട്ട് അവനെ നീ പണ്ട് പറഞ്ഞു നീന്തൽ പഠിപ്പിക്കുകയും തോട്ടി മീൻ പിടിക്കുകയും ഒക്കെ നടന്ന് കിടന്നപ്പോൾ എനിക്ക് ഇവരെ ചെറുപ്പത്തിലേ അറിയാവുന്നത് കൊണ്ട് പാവം പയ്യൻ ഈ കാണുന്നത് അടിയൊക്കെ ഉള്ളൂ, ആൾ പാവത്താണ്.
അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പെട്ടതാണ്. പിന്നെ ഞാൻ കുറേ പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകമല്ല, കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിദേശയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബോംബെയിൽ ചെന്നിരുന്നു. അവിടുന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, പഞ്ചാബ്, നർമ്മദ ചിരിക്കാറില്ല എന്ന് ഞാൻ കറങ്ങിയ വർഷങ്ങളെല്ലാം കൂടെ കൂട്ടി കണ്ട കാര്യങ്ങൾ നർമ്മദ ചിരിക്കാറില്ല എന്നൊരു 10-30 അധ്യായമുള്ളൊരു പുസ്തകം എഴുതിയിരുന്നു. അതുപോലെ സ്വപ്നം കടത്തുന്നവർ എന്ന് പറഞ്ഞ് തിരിച്ച് പണിയൊന്നുമില്ലാതെ തിരിച്ച് നമ്മളങ്ങ് നാട്ടി വരുമല്ലോ. അപ്പം കള്ളക്കടത്ത് അണ്ടി കടത്തിയപ്പോൾ ഉണ്ടായ അനുഭവം സ്വപ്നം കടത്തുന്നവർ എന്ന് എഴുതി. അത് കഴിഞ്ഞു പിന്നെ പയ്യാവൂർ ഒരു കച്ചവടമൊക്കെ നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് നാട് വിട്ടപ്പം ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ എല്ലാം തന്നെ നമ്മൾ ഈ ഒളിച്ചോടത്തിട്ട് വാക്കത്തും ഇപ്പം ഇനി ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ സ്വസ്ഥമായിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ഇതാണ് എൻ്റെ പ്രചോദനം ഉണ്ടായ എൻ്റെ കാര്യം. നമ്മൾ നമ്മുടെ പൂർവികരെ മറന്നിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്ന് ഈ സമൂഹത്തിലെ ആൾക്കാരും ചെറുപ്പക്കാരും തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെയുള്ള ഈ 3-ാം തലമുറയിൽപ്പെട്ടതും 4-ാം തലമുറയിൽപ്പെട്ടതുമായ ചില ജനറേഷൻ കുട്ടികൾക്ക്, പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവിടെ ഈ ജനസാന്ദ്രമായ ഒരു പ്രദേശമായതെന്നോ, എത്രത്തോളം കഷ്ടപ്പാടുകൾ ഈ ഒരു അവസ്ഥയ്ക്ക് മുന്നിൽ. ഇപ്പം ഞങ്ങളിരിക്കുന്നത് നെല്ലിക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ എരുവേശി പഞ്ചായത്തിലുള്ള നെല്ലിക്കുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മുടെ നയനാറുടെ പേരനായിരുന്നു കരക്കാട്ടിടം മുണ്ണുമ്മൻ നയനാർ എന്ന് പറയുന്ന ഒരു ജന്മിയുടേതായിരുന്നു ഈ കരകളല്ല, ഇതല്ല, ഈ സ്ഥലമല്ല. ഇപ്പോഴും ഇതിൻ്റെ അല്ല, ഈ സ്ഥലത്തിൻ്റെ അടിയാധാരത്തിലുള്ളത് കരക്കാട്ടിടം മുണ്ണുമ്മൻ നയനാരുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ട സ്ഥലം കുടിയേറി വന്ന കർഷകർ കട്ടെടുത്ത് അടിച്ചു മാറ്റി കൈവശം വെച്ചതല്ല. അദ്ദേഹത്തിന് അന്ന് കാലത്ത് എത്രയാണോ ഈ സ്ഥലത്തിന് വിലയുണ്ടായിരുന്നത് ആ വില നൽകി. ഇന്നൊക്കെ ഇപ്പം വന്ന് സ്ഥലം മേടിക്കുവാണെങ്കിൽ 2 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, 1 ഏക്കർ തെങ്ങുണ്ട്, 1/2 ഏക്കർ കവുങ്ങുണ്ട്, കാപ്പിയുണ്ട്, കൊടിയുണ്ട്, പച്ചമുളകുണ്ടെന്നെല്ലാം പറഞ്ഞ് ഭൂമിയിലുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ കൃഷി യോഗ്യമായ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിനെല്ലാം വില നിശ്ചയിച്ചിട്ടാണ് സ്ഥലത്തിന് വില നിശ്ചയിക്കുക. അന്ന് പാറക്കെട്ടുകളും കരിങ്കല്ലും അതുപോലെ തന്നെ കാട്ടുമരങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മൃഗങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വില കൊടുത്ത് വാങ്ങിയ ഭൂമി ഇതെല്ലാം എല്ലാവരും കൂട്ടുത്തരവാദിത്തോടുകൂടി പണിയെടുത്ത് ഈ മാറ്റാൾ പണി എന്ന് പറയും, അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. മാറ്റാൾ പണി എന്ന് പറയുന്ന അത് ഇന്ന് ഞാൻ നമ്മുടെ ലായൻ്റെ വീട്ടിൽ പണിയെടുത്ത്, ഞങ്ങൾ 2 അവിടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ലായൻ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ വീട്ടിൽ പണിയെടുക്കും. അതിനെയാണ് ഈ മാറ്റാൾ പണി എന്ന് പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരുമിച്ച് കപ്പ നട്ട് അതിന് കാവൽ കിടന്ന് വന്യമൃഗങ്ങളിൽ നിന്നെല്ലാം അതിനെ രക്ഷിച്ച് സംരക്ഷിച്ച് അതൊക്കെ ഭക്ഷിച്ച് ഒരു തലമുറയെ വാർത്തെടുത്തിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ഈ മനോഹരമായ സ്ഥലവും പള്ളിക്കെട്ടിടവും പള്ളിക്കൂടവും ഇതെല്ലാം. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ഈ മതത്തിൻ്റെ ചില ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, അവരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലായിരുന്നു, അവരാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്നാണ് അവർക്ക് ധാരണ. പക്ഷേ ഒരിക്കലുമല്ല. ഈ കുടിയേറ്റ കർഷകർ അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഒത്തുചേരുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അക്ഷരജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ചികിത്സയ്ക്കായി, അവർക്കെല്ലാം ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി, അതിനൊക്കെ വേണ്ടിയാണ് ഈ നമ്മളായിട്ട് നെല്ലിക്കുറ്റി വായനശാലയുടെ ഇതിൽ ആരോ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം രാജേട്ടൻ കണ്ടിരുന്നു.